ഗൈസ് ഇപ്പം 5 മണിയായി. നമ്മൾ ഇമിഗ്രേഷൻസ് എല്ലാം കഴിഞ്ഞു. ഭയങ്കര ക്യൂ ഉണ്ടായിരുന്നു. മുകളിലാണ് ഇമിഗ്രേഷനൊക്കെ. അപ്പം ഞങ്ങൾക്ക് ഇനിയിപ്പോൾ എന്തെങ്കിലും ചായ കുടിക്കണമെന്നുണ്ടെങ്കിൽ ഫ്രഷ് ആവണമെന്നുണ്ടെങ്കിൽ ഇവരൊരു ഹോട്ടൽ അറേഞ്ച് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മളെ എല്ലാ ടീമിലെ അംഗങ്ങളും ഇമിഗ്രേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ലേറ്റ് ആവും, ഒരു ഹാഫ് ആൻ അവർ കൂടി എടുക്കും. അപ്പോൾ ഞങ്ങളിപ്പോൾ തൽക്കാലം ഇവിടെ എന്തെങ്കിലും ചായയൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ച് നിൽക്കുകയാണ്. അപ്പം ഭയങ്കര ക്ഷീണമായി. റൂം പോയിട്ട് കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് നമ്മൾ സ്ഥലങ്ങളൊക്കെ കാണാൻ പറഞ്ഞായിരിക്കും. അമ്മയ്ക്ക് ഇവിടെ ജലദോഷമൊക്കെ പിടിച്ച്. അപ്പം ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ അപ്ഡേറ്റ് ചെയ്യാം. നമുക്ക് വരവേൽപ്പൊക്കെ കിട്ടി. നമ്മൾ അങ്ങനെ ബസ്സിലോട്ട് കയറാൻ പോകണം. നമ്മുടെ ബസ് കയറാൻ അറിയില്ല, ബസ്സുകളുണ്ട്. അപ്പം ഇതിൽ ഏതാണ്? യെസ്, ഇതാണ് നമ്മുടെ ബസ്. നമ്മൾ നേരെ പോകുന്ന ഫ്രഷ് ആകാൻ വേണ്ടി ഹോട്ടലിലോട്ട്. നമ്മളാണ്. താങ്ക് യു. താങ്ക് യു. നമ്മളിപ്പോൾ രാവിലെ ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് അൽബാൻസ് എന്ന് പറഞ്ഞൊരു ഹോട്ടലാണ് നമ്മൾ ചെക്ക് ഇൻ ചെയ്യുന്നത്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ തന്നെയാണ് കഴിക്കുന്നത്. അപ്പം ഒരു 11 മണി വരെ ടൈമുണ്ട്. ഇപ്പോൾ സമയം 8 മണി ആയിട്ടുള്ളൂ. ഒരു 3 മണിക്കൂർ നമുക്കൊന്ന് ഫ്രഷ് ആവാൻ വേണ്ടി ഇവർ അറേഞ്ച് ചെയ്ത് തന്നൊരു ഹോട്ടലാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ടൈഗർ ടോപ്പിയൊക്കെ കാണാൻ പോവാണ്. നമുക്ക് ഫസ്റ്റ് ഫ്ലോറിൽ തന്നെയാണ് റൂം കിട്ടിയിരുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്താക്കിയാണ് ഫ്രഷ് ആവാനുള്ള റൂം. ഞാനൊരു നമ്പർ നോക്കട്ടെ. 1114. ഉണ്ടോ ഗൈസ്? ഇവർ ഫ്രഷ് ആവാൻ വേണ്ടി നമുക്കൊരു റൂമൊക്കെ അറേഞ്ച് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് റൂം. കുഴപ്പമില്ല, നല്ല റൂമാണ്. അപ്പോൾ നമ്മളിവിടെ ഒന്ന് ഫ്രഷായി. ഇനിയിപ്പം ഇവിടുത്തെ ഇതേ ഹോട്ടലിൽ തന്നെ താഴെ പോയിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. അപ്പം ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോഴുള്ള വീഡിയോസൊക്കെ ഞാൻ കാണിച്ചു തരാം എന്തൊക്കെ ഐറ്റംസ് ആണുള്ളതെന്ന്. അപ്പം ഇതാണ് ഈ റൂം. അത്യാവശ്യം നല്ല റൂമാണ്. അപ്പോൾ നമ്മളിപ്പോൾ 7 മണിക്കാണ് ചെക്ക് ഇൻ ചെയ്തത്. 11 മണി ആകുമ്പോഴാണ് ചെക്കൗട്ട് പറഞ്ഞത്. അപ്പോൾ ഒരു 4 മണിക്കൂർ ഒന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു സെറ്റപ്പ്. എല്ലാവർക്കും ഇതേ ഫ്ലോറിൽ തന്നെയാണ് റൂം കിട്ടിയത്. അമ്മയും ഞാനും മാത്രമാണ് ഈ റൂമിൽ. അച്ഛന് വേറെ റൂമാണ്. ഭക്ഷണം കഴിക്കാൻ പോവാണ് രാവിലത്തെ തന്നെ. അപ്പോൾ ഇതാണ് നമ്മുടെ ഡൈനിങ് ഏരിയ. കാര്യമായിട്ടൊന്നും ഇല്ലയെന്നാണ് കണ്ടിട്ട് തോന്നുന്നത്. ഇവിടെ കുറച്ച് ലഷസ് ജ്യൂസ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ കോഫി, ടീ ഒക്കെ ഉണ്ട്. വേറെ ഒന്നും കാണുന്നില്ല. പക്ഷെ ഒരുപാട് മെനു ഉണ്ട് കേട്ടോ. ഇവിടെ എന്തൊക്കെയോ ഒരു സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ എനിക്കറിയില്ല ഇതൊക്കെ എത്രത്തോളം നല്ലതായിരിക്കുമെന്ന്. സോ ഐ എം കൺഫ്യൂസ്ഡ് വാട്ട് ടു ടേക്ക്. നമ്മളാകെ കൂടി അറിയാവുന്നത് ഈ ബ്രെഡും ജാമും മാത്രമാണ്. ഇവിടെ കുറേ ബ്രെഡ് ജാംസ് ഒക്കെ വെച്ചിട്ടുണ്ട്. ഇതൊക്കെ എന്താണെന്ന് തന്നെ എനിക്കറിയില്ല. അതുകൊണ്ട് എല്ലാവരും കൺഫ്യൂഷനിലാണ് എന്ത് കഴിക്കണമെന്ന്. പിന്നെ ഇവിടെ കുറച്ച് മുട്ടയുണ്ട്, പിന്നെ സോസേജ് ഉണ്ട്. ഇവിടെ എന്താണ് ചിക്കൻ. പിന്നെ ഇവിടെ കുറച്ച് റൈസ് ഐറ്റംസ് ഉണ്ട്, പിന്നെ സോസുകളുണ്ട്. സോ അധികമൊന്നും ഞാൻ കഴിക്കാൻ ഉദ്ദേശിക്കുന്നില്ല, കാരണം നമ്മുടെ വയറ് പണി തന്നാൽ. ഞങ്ങൾ എന്തെടുക്കണം എന്നുള്ളൊരു കൺഫ്യൂഷൻ ഇപ്പോഴും ഇരുന്നുകൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെയാണെന്നൊന്നും അറിയില്ല. ഞാൻ ജസ്റ്റ് ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. ഇതൊരു പ്രത്യേക തരം സോസാണ്. കുഴപ്പമില്ല, നല്ലതാണ്. കുറച്ച് മധുരമുള്ള വേറൊരു ടൈപ്പ് സോസാണ്. ഒരു ടേസ്റ്റ് ഉണ്ട്. പിന്നെ ഞാൻ ഇട്ടതൊരു ഫ്രൂട്ടാണ്. എന്ത് ഫ്രൂട്ടാണ്? എന്ത് ഫ്രൂട്ടാണ്? സാധിച്ചല്ലേ? ബ്രെഡ് ഒരു